ജ്വല്ലറിയിലെ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഓർണമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും അറേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഒരു ലോങ് ചെയിൻ, അതിൻ്റെ താഴെ വരുന്നൊരു ചെയിൻ, പിന്നെ നെക്ലസ് പോലെ വരുന്നുണ്ട്. ഇങ്ങനെ ശരിക്കും ഒരു വെഡ്ഡിങ്ങിന് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അതേ രീതിയിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഒരു 100 പവൻ അല്ലെങ്കിൽ 250 പവൻ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ചോയ്സ് ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ചെറിയൊരു റേറ്റിൽ സാധാരണക്കാരുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ രീതിയിലാക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി എത്ര കിട്ടും. അപ്പം സ്വർണത്തിന്റെ വില കൂടി വരുമ്പോൾ നമുക്കൊരു ആൻസൈറ്റി ആയിരിക്കുമല്ലോ, എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു ഫംഗ്ഷന് നമുക്ക് നല്ല ഭംഗിയായി നിൽക്കും വേണം. അങ്ങനെ ഒരു നമ്മൾക്കിപ്പോൾ 100 പവൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ധാരാളമുണ്ട്, ഓപ്ഷൻസ് ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെയിൽസ്മാൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞ് അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് തരാനും അവർക്ക് സാധിക്കും. നമ്മൾ ആദ്യം നമ്മൾ ഐഡിയ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സെയിൽസ് സ്റ്റാഫ് മാക്സിമം നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ട ഒരു ഓർണമെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും പറ്റും. പക്ഷെ അത് എത്ര പവൻ ഉണ്ടാവും, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ? ബഡ്ജറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് ക്രിയേറ്റ് തരാൻ എളുപ്പമായിരിക്കും. 100 പവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് സെലക്ട് ചെയ്യാനും കാര്യങ്ങൾ എളുപ്പമാണ്. മിക്സ് ആൻഡ് മാച്ച് അങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതെയുള്ള ഡിസൈനിന്റെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് 10 പവനിലും 15 പവൻ 20, 25 പവനിലൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. അത് സെയിൽസ്മാൻ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യും, അതൊക്കെ ചെയ്തു തരാൻ പറ്റും. എനിക്ക് സാധാരണ ഒരു ജ്വല്ലറി പോയി നമുക്ക് അങ്ങനെ ആ ഒരു ഇത് ഒരിക്കലും നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലി ഡീലിംഗ്സ്, ഡിമാൻഡ് സ്പെഷ്യൽ ആണ് അത് വരുന്നത്. കസ്റ്റമർ ഫ്രണ്ട്ലി ഡീലിംഗ്സ് ആയിരിക്കും ഇവിടുത്തെ ഏതൊരു സ്റ്റാഫിന്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്ന സമീപനം. കസ്റ്റമർ ഫ്രണ്ട്ലി, ഒരിക്കലും ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, നിങ്ങൾ ഇത് എടുക്കും എന്നുള്ളത്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമ്മൾ പറഞ്ഞു അതിനനുസരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, ഇതൊക്കെ വരുന്നത് ശരിക്കും ഹെവി ആയിട്ടുള്ള ഇതിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. മുല്ലമുട്ട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്ന വെയിറ്റ് അനുസരിച്ച് ചൂസ് ചെയ്തെടുക്കാവുന്ന. ഇത് നമ്മൾ ഓരോന്നും അതിന്റെ ആ സെക്ഷൻ ഒരു വെയിറ്റ് അനുസരിച്ച് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ? അതിനെ കുറിച്ച് നമ്മുടെ തൊടുപുഴ ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്വർണ്ണവിലയുടെ വർധനവിന്റെ കാര്യം നമ്മുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ടേസ്റ്റ് മുതൽ അവർക്കും ഇതേപോലെ ആഭരണങ്ങൾ കൊടുക്കാവുന്ന രീതിയിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഓരോ ബഡ്ജറ്റിൽ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു 10 പവന്റെ ഒരു വെഡിങ് പാർട്ടി, ഇപ്പോൾ 2.5 ലക്ഷം രൂപയാണ് അവരുടെ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഒരു 10 പവൻ അവർക്ക് നമുക്ക് എടുക്കാം. അപ്പൊ ആ ഒരു 10 പവനിലേക്ക് നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റും ഒരു സാമ്പിൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇത്രയും ഒരു നെക്ലസ്, അതിന്റെ താഴേക്ക് ഒരു വലിയ ലെങ്ത് മാല, താഴേക്ക് ഒരു വലിയ മാല, അനുസൃതമായിട്ടുള്ള വളകൾ, ചെറിയ മോതിരങ്ങൾ, ഇത്രയും വെച്ചിട്ട് നമുക്കൊരു 10 പവൻ. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് അല്ലേ? ഭീമ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ വലിയ വെയിറ്റ് കൂടിയ ആഭരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറിക്കൊണ്ട് സ്വർണ്ണവിലയുടെ വർധനവിനെയും കൂടി നമ്മൾ മാനിച്ചുകൊണ്ടാണ് അല്ലേ എല്ലാ രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് ജ്വല്ലറികൾക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുകയാണ്. എല്ലാ രീതിയിലുള്ള ആളുകളുടെയും ഇത് 10 പവന്റെ ഇതാണ് അല്ലേ? 15 പവനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ വരും എന്നുള്ളതിന്റെ കുറച്ചും കൂടി അതിനെ നമുക്കൊന്നും കൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് ആഭരണങ്ങൾക്ക് കുറച്ചുകൂടെ വെയിറ്റുകൾ കൂട്ടിക്കൊണ്ട് വളകൾക്കും അതുപോലെ ക്രമാനുസൃതമായ കുറേശ്ശെ വെയിറ്റുകൾ 25 പവൻ 10 പവന്റെ റേഞ്ച് 15 പവൻ. ഇത് വന്നിട്ട് ഇതൊരു 20 പവന്റെ റേഞ്ച് 20 പവന്റെ റേഞ്ച് അല്ലേ? 5 ലക്ഷം രൂപ ബഡ്ജറ്റുമായിട്ട് വരുന്ന ഒരു മിഡിൽ ക്ലാസ് പാർട്ടിക്ക് ചെറിയൊരു നെക്ലസ്, ചെറിയൊരു നെക്ലസ്, പിന്നെ ഒരു മിഡിൽ ലെങ്ത്, അതിന് താഴെ കിടാവുന്ന ഒരു വലിയ ഹാരംസ്, പിന്നെ എല്ലാ റിംഗ്സും എല്ലാം ഉണ്ട് അല്ലേ? ചെറു മോതിരങ്ങള്. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം. 4 വള നമുക്ക് ഇട്ടിട്ട് ഇത് വേണമെങ്കിൽ ഒരു കൈമ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാം. നമുക്ക് സെറ്റ് ചെയ്ത് ഇടാൻ പറ്റാവുന്ന രീതിയിൽ തടവള മാത്രമായിട്ട് യൂസ് ചെയ്യാം. കമ്മലും അല്ലേ? ഒരു അത് എന്താ പറയുക 25 പവൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടിക്കഴിയും അല്ലേ? നമ്മൾ സാധാരണ ഒരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 പവന്റെ മാല എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടില്ല. ഓക്കെ ഇഷ്ടപ്പെട്ട ആഭരണങ്ങളെല്ലാം എടുത്ത് ബഡ്ജറ്റ് എക്സീഡ് ആവും. കസ്റ്റമറിന്റെ റിക്വയർമെന്റിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള
അതാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ, അവരുടെ ഇഷ്ടമാണല്ലോ. ഓക്കെ, ഇത് വന്നിട്ട് 25 പൗണ്ട് അല്ലേ. ഓക്കെ, കുറച്ചും കൂടി ഹെവി ആയിട്ട് നമുക്ക് ഒരു 25 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ബഡ്ജറ്റ്? 7.5 lakhs നമുക്ക് ഒരു മാലയും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടി വളരെ നമ്പേഴ്സിലും ചെറിയ കൂടുതൽ ചേഞ്ച് വന്നു. ഓക്കെ, 6 വള പറഞ്ഞ പോലെ ഇതിലാകുമ്പോൾ ഒരു 2 വളയും കൂടി നമുക്ക് എക്സ്ട്രാ ഇടാൻ പറ്റും. ഇതൊരു കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട് തടവളയായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു അല്ലേ. റിങ്സും കിട്ടുന്നുണ്ട് അല്ലേ, 3 ഏകദേശം 6 റിങ്സ് അല്ലേ, എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാസ്റ്റിക് മോഡൽ പുതിയ വെറൈറ്റീസ് ആണ്. 25 ഒരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ഉള്ളതും സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ്. ഇതിൽ തന്നെ ഇതേ വെയിറ്റിൽ തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട്. ഭീമാ ഗോൾഡ് ചമയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ചമയം, കൈരളി TV, NH ബൈപ്പാസ്, വെനല PO, കൊച്ചിൻ 28. പുതുപുത്തൻ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. ടിൽ ദെൻ ഇറ്റ്സ് മീഖ.